നമസ്കാരം. അനിൽ ആന്റണി സൂപ്പർ ദല്ലാളാണെന്ന് ടി.ജി. നന്ദകുമാർ ദില്ലിയിൽ വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. ചൊവ്വാഴ്ച മുതൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സ്ഥാപിക്കാൻ തെളിവുകൾ പുറത്തുവിടും. അനിൽ ആന്റണി കള്ളൊപ്പിട്ട് അനിൽ അംബാനിയുടെ പേരിൽ CBI ഡയറക്ടറുടെ വീട്ടിൽ കയറിയിരുന്നെന്നും നീരാറാടിയ ടേപ്പിൽ ഇതിന് തെളിവുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അനിൽ ആന്റണിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് അനിൽ സംശുദ്ധനല്ലെന്ന് പറയാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദില്ലി സാഗരരത്ന ഹോട്ടലിൽ വെച്ചാണ് തന്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി പണം വാങ്ങിയത്. കറുത്ത ഹോണ്ട സിറ്റി കാറിലാണ് അനിൽ വന്നത്. PJ കുര്യൻ ഇടപാട് സമ്മതിച്ചിരുന്നു. CBI ഡയറക്ടറുടെ വീട്ടിൽ അനിൽ പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാണ് അനിലിന് പണം നൽകിയത്. എലിസബത്ത് ആന്റണിക്ക് ഇതിൽ പങ്കില്ല. എന്നാൽ എലിസബത്ത് ആന്റണിയാണ് അനിലിന്റെ പ്രോത്സാഹനം. AK ആന്റണിക്കും വിഷയം അറിയാവുന്നതാണ്. AK ആന്റണിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. K. സുരേന്ദ്രൻ കാട്ടുകള്ളന്മാരുടെ കണക്കെഴുത്തുകാരനായിരുന്നുവെന്നും ടി.ജി. നന്ദകുമാർ പറഞ്ഞു. പ്രകാശ് ജാവ്ദേക്കർ, കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, K. മുരളീധരൻ എന്നിവരെയും സമീപിച്ചു. ശോഭാ സുരേന്ദ്രൻ വഴിയാണ് ജാവ്ദേക്കർ കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചത്. KPCC പ്രസിഡന്റ് ആകുന്നതിനു മുമ്പ് K. സുധാകരനെയും സമീപിച്ചിരുന്നു. CPM-ലുള്ളവരെ താൻ വഴി സമീപിക്കാൻ ആവശ്യപ്പെട്ടു. അനാഥത്വത്തിലേക്ക് ആരും പോകില്ലെന്ന് മറുപടി നൽകി. അനിൽ ആന്റണി ഉൾപ്പെടെ 20 NDA സ്ഥാനാർത്ഥികളും മൂന്നാമതാകും. BJP സ്ഥാനാർത്ഥിയായ ടെറർ നേതാവ് ഇപ്പോഴും 10 ലക്ഷം തന്നിട്ടില്ല. അവർ പോണ്ടിച്ചേരി ഗവർണർ ആവാൻ ശ്രമിച്ചു. 1 കോടി കളഞ്ഞു. അതെവിടെ പോയി എന്ന് എനിക്കറിയാം.